ഗോകുൽ കേരളത്തിലേക്ക് വന്നാൽ നമുക്കറിയാം എല്ലായിടത്തു നിന്നും നേതൃത്വത്തിനെതിരെ വലിയ വിമർശനങ്ങളാണ് ഉണ്ടായത്. പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തിരിക്കാൻ അദ്ദേഹം യോഗ്യനല്ല എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുകയുണ്ടായി. ഒപ്പം തന്നെ ഇപ്പോഴിതാ MLA സ്ഥാനം പോലും പിണറായി വിജയൻ രാജിവെച്ച് പോകണം, അതാണ് ഉചിതം എന്ന് വരെ പറയുന്നു അണികൾ. ജില്ലാ കമ്മിറ്റി യോഗങ്ങൾ ജില്ലാ സെക്രട്ടേറിയറ്റ് ഒക്കെ കഴിഞ്ഞു. ഇപ്പോൾ ഏരിയ കമ്മിറ്റി ഏരിയ തലത്തിലാണ് ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് പരാജയവും തിരിച്ചു വരാനുള്ള സാധ്യതകൾ എന്തൊക്കെയാണ് എന്നതിനെ സംബന്ധിച്ച ചർച്ചകളൊക്കെ CPM-ൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനിടയിലാണ് ഇപ്പോൾ പാറശാല, പാലക്കാട്, നിലമ്പൂർ തുടങ്ങിയ ഏരിയ കമ്മിറ്റി യോഗങ്ങളുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തു വരുന്നത്. ഇതിൽ പാറശാല ഏരിയ കമ്മിറ്റി യോഗത്തിലാണ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ MLA സ്ഥാനം രാജിവെക്കണമെന്നും പ്രതിപക്ഷ നേതാവായിരിക്കാൻ ആ സ്ഥാനത്തിരിക്കാൻ അയോഗ്യനാണ് പിണറായി വിജയൻ എന്നത് ഉൾപ്പെടെയുള്ള വിമർശനങ്ങൾ ഉയർന്നു വരുന്നത്. പാറശാല ഏരിയ സെക്രട്ടറിയായിട്ടുള്ള അഡ്വക്കേറ്റ് S. അജയകുമാറാണ് അത്തരത്തിലൊരു രൂക്ഷമായ വിമർശനം പങ്കുവച്ചിട്ടുള്ളത്. പാലക്കാട് ഏരിയ കമ്മിറ്റിയിലും സമാനമായ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. പിണറായി വിജയന്റെ ഭാഷയും MV ഗോവിന്ദന്റെ ശരീരഭാഷയും ശരിയല്ല എന്നതടക്കമുള്ള വിമർശനങ്ങളാണ് ഉയർന്നു വന്നിട്ടുള്ളത്. തിരഞ്ഞെടുപ്പ് പരാജയത്തിന് തിരിച്ചടിക്ക് ഇത്തരം പരാമർശങ്ങളൊക്കെ കാര്യമായിട്ടുണ്ട് എന്നതുൾപ്പെടെയുള്ള വിമർശനങ്ങൾ ഉയർന്നു വരുന്നു. ഡാഷു മോനെ തുടങ്ങിയ പരാമർശങ്ങൾ, അല്ലെങ്കിൽ കണക്ക് പുറത്തു തുടങ്ങിയ മുഖ്യമന്ത്രിയുടെ പരാമർശങ്ങൾ, അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ തിരഞ്ഞെടുപ്പ് പരാജയത്തിലേക്ക് നയിച്ചിട്ടുണ്ട്. വെള്ളാപ്പള്ളി നടേശനെതിരെ പിണറായി വിജയൻ പറയാതിരുന്നത് ന്യൂനപക്ഷ ഏകീകരണത്തിന് കാരണമായിട്ടുണ്ട് എന്നൊരു വിലയിരുത്തൽ കൂടി അവിടെ ഉണ്ടായിട്ടുണ്ട്. നിലമ്പൂർ ഏരിയ കമ്മിറ്റി യോഗത്തിലും സമാനമായ വിമർശനം തന്നെയാണ് നേതൃത്വത്തിനെതിരെ ഉയർന്നു വന്നിട്ടുള്ളത്. നിലമ്പൂരിൽ ഒരാളെ നൂലിൽ കെട്ടി ഇറക്കി എന്നതടക്കമുള്ള പരാമർശമായിരുന്നു യോഗത്തിൽ ഉയർന്നു കേട്ടിട്ടുള്ളത്. യു ഷറഫ് അലി ആയിരുന്നു അവിടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചിട്ടുള്ളത്. നിലമ്പൂരിന്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ അവിടെ ആര്യാടൻ ഷൗക്കത്ത് ജയിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായിട്ടുള്ള M. സ്വരാജ് മത്സരിക്കുകയും 11,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ തോൽക്കുകയും ചെയ്ത സ്ഥലത്താണ് ഒരു സ്ഥാനാർത്ഥിയെ, നിലമ്പൂരിന് പുറത്തുള്ള ഒരു സ്ഥാനാർത്ഥി ഇങ്ങോട്ടേക്ക് കൊണ്ടിറക്കിയത് എന്നതുൾപ്പെടെയുള്ള വിമർശനങ്ങളാണ്. നിലമ്പൂരിൽ തന്നെയുള്ള സ്ഥാനാർത്ഥിയായിരുന്നെങ്കിൽ ഒരുപക്ഷെ തോൽവിയുടെ ആഘാതം ഇത്രയും ഉണ്ടാവില്ല എന്നതുൾപ്പെടെയുള്ള പരാമർശങ്ങൾ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ പങ്കെടുക്കുന്ന യോഗത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉണ്ടാവുന്നത്. പാർട്ടി കോട്ടയിലടക്കം, അതായത് പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള ആളുകൾ 6 റൗണ്ട് പിന്നിലേക്ക് പോയത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പല ഏരിയ കമ്മിറ്റി യോഗങ്ങളിലും ചൂണ്ടിക്കാണിക്കപ്പെടുകയും വിമർശനത്തിന് വിധേയമാവുകയും ചെയ്യുന്നുണ്ട്. നേതൃത്വം തിരുത്തണം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഏരിയ കമ്മിറ്റി യോഗങ്ങൾ ഇപ്പോൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. പ്രജിൻ, അമൃത. ശരി, ഗോകുൽ K. വേണുഗോപാലാണ് വിശദാംശങ്ങളും നൽകിയത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ തെരഞ്ഞെടുപ്പ് തോൽവി ഉണ്ടായതിനു ശേഷം ഏറ്റവും ആദ്യം വന്ന പ്രതികരണങ്ങളിൽ പാർട്ടി പ്രാഥമികമായി തോൽവി വിലയിരുത്തിയ ശേഷം വന്നൊരു പ്രതികരണം, അത് സെക്രട്ടറി MV ഗോവിന്ദൻ്റെതാണ്. അദ്ദേഹം പറഞ്ഞത് അന്ന് ധൈര്യപൂർവ്വം അല്ലെങ്കിൽ പേടിയില്ലാതെ അണികൾക്ക് കൃത്യമായി കാര്യങ്ങൾ പറയാൻ കഴിയും. അത് യൂണിറ്റുകളിലാണെങ്കിലും ഏരിയ കമ്മിറ്റികളിലാണെങ്കിലും ലോക്കൽ കമ്മിറ്റികളിലാണെങ്കിലും അത് പറയാൻ കഴിയുമെന്നുള്ളതാണ്. അത്തരം അഭിപ്രായങ്ങൾ പൊങ്ങി വരുന്നുണ്ട്, അത്തരം വിമർശനങ്ങൾ കേൾക്കുന്നുണ്ട്. പക്ഷെ അതേസമയം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വന്ന മുതിർന്ന നേതാക്കളുടെ പ്രതികരണത്തിൽ പറയുന്നു, നേതൃസ്ഥാനത്ത് നിന്നും പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്നും പിണറായി വിജയൻ മാറി നിൽക്കേണ്ടതില്ല എന്ന് പറയുന്നു. അതേസമയം തന്നെ പറയുന്നു, തോൽവിയുടെ ഉത്തരവാദിത്വം ഒരു വ്യക്തിയിലേക്ക് മാത്രം പോകേണ്ടതല്ല, അത് കൂട്ടായി ഉള്ള ഒരു ഉത്തരവാദിത്തമാണ് എന്നൊക്കെ പറയുന്നു. അപ്പോൾ അണികൾ ധൈര്യപൂർവ്വം വന്ന് പേടിയില്ലാത്ത കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ നേതൃത്വം പറയുന്നു അങ്ങനെ പ്രശ്നങ്ങളില്ല, പിണറായി വിജയൻ തന്നെ തുടർന്നാൽ മതി എന്നുള്ളതാണ്. അപ്പോൾ നോക്കാം ഇനി തുടർ തീരുമാനങ്ങൾ എന്താണ്, കേന്ദ്ര കമ്മിറ്റിയിൽ പുതിയ തീരുമാനങ്ങൾ എന്ത് വരുന്നു, വിമർശനങ്ങൾ എന്ത് വരുന്നു എന്നത് നമുക്ക് കണ്ട് അറിയാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.